കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആളുകളെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ സ്ഥിരീകരണം. രാഹുൽ കെ വിയാണ് വിവരങ്ങളുമായി. രാഹുൽ, ഈ ആളുകളെ കടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവച്ചതാണ്. വല്ലാത്തൊരവസ്ഥയാണ് അത്. ഇവിടെ കണ്ണൂരിൽ മാത്രമല്ല, കണ്ണൂരിലാണെങ്കിൽ മറ്റൊരു കൗതുകം കൂടിയുണ്ട്. റെയിൽവേയുടെ നായയാണോ ഇനി തദ്ദേശ വകുപ്പിന്റെ നായയാണോ എന്ന തർക്കമൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെയാണ് 25 പേരെ കടിച്ചതും ആ നായ്ക്ക് പേവിഷബാധയുണ്ട് എന്ന ഗൗരവതരമായ സ്ഥിരീകരണം വരുന്നതും. ആളുകളൊക്കെ ചികിത്സ തേടിയിട്ടുണ്ടോ? രതീഷ്, തിരക്കേറിയ സമയത്ത് വൈകിട്ടാണ് തെരുവുനായയുടെ പരാക്രമം ഉണ്ടായത്. ഓടി നടന്ന് കടിക്കുകയായിരുന്നു നായ. ട്രെയിൻ കാത്തുനിന്ന യാത്രക്കാരെയും അതുപോലെ ടിക്കറ്റ് കൗണ്ടറിൽ വരുന്ന ആളുകളെയും പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെയാണ് നായ കടിച്ചത്. നായയെ പിന്നീട് റെയിൽവേയുടെ ക്വാർട്ടേഴ്സിന് സമീപം ചത്തനിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 25 പേർ ചികിത്സ തേടിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ജില്ലാ ആശുപത്രിയിലെത്തി കുത്തിവെപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണമെന്നൊരു നിർദ്ദേശം ഇതിനകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഇതുപോലെ നായയുടെ ആക്രമണത്തിനിരയായവരുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണം എന്നൊരു അഭ്യർത്ഥന കൂടിയാണ്. ഇപ്പം രതീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ നായശല്യം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് റെയിൽവേ നേരത്തെ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടതാണ്. കോർപ്പറേഷനല്ല, തദ്ദേശ സ്ഥാപനമല്ല, മറിച്ച് റെയിൽവേ തന്നെയാണ് ഇതിന് പരിഹാരം കാണേണ്ടതെന്ന് തിരിച്ച് മറുപടിയും ഒക്കെ കൊടുത്തതാണ്. ഏതായാലും ഏറ്റവും ഒടുവിലാണ് ഈ വിധത്തിലുള്ള നായയുടെ പരാക്രമം ഉണ്ടായത്. ആളുകൾ ചികിത്സയൊക്കെ തേടിയിട്ടുണ്ട്. ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാണണം, പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെ ആവശ്യപ്പെടാനുള്ളത്. രതീഷ്, ശരി. ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങൾ പലയിടത്തും സമാനമായി സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ അല്പം കൂടി ഗൗരവതരമാണ്. 25 പേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നു എന്ന സ്ഥിരീകരണം കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ രാഹുൽ കെ വിയാണ് ആ വിവരങ്ങൾ നൽകിയത്.